Draw a parallelogram with length of sides 5 cm and 6 cm and area 25 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അതായത് ഒരു പാരലോഗ്രാമിൻ്റെ സൈഡ്സ് എന്താണ് 5 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആണ് അല്ലേ. അപ്പോൾ ഇതാണ് പാരലോഗ്രാം എങ്കിൽ ഓക്കെ, ഇതിന് ABC എന്ന് നെയിം ചെയ്യാം. ഇതിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ് വേണ്ടത്? 5ഉം 6ഉം ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ AB എടുക്കാം. അപ്പോൾ AD എന്താണ് 6 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. 5 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് സൈഡായ CD യും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ BC യും എന്താണ് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ പാരലലോഗ്രാം വരയ്ക്കണമെങ്കിൽ ഒരു സൈഡും അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ. 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് അതെത്രയാണെന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏരിയ തന്നിട്ടുണ്ട് അല്ലേ. ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്? ഷോർട്ടർ സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷോർട്ടർ സൈഡ് അല്ലെങ്കിൽ ലോങ്ങർ സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ്. ഇതിൽ നമുക്ക് ഏരിയ 25 അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ 25 ആയതുകൊണ്ട് ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഷോർട്ടർ സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷോർട്ടർ സൈഡ്സ്. അപ്പോൾ ഏരിയ 25 അല്ലേ. അപ്പോൾ 25 ഈസ് ഈക്വൽ ടു ഷോർട്ടർ സൈഡ് 5 അല്ലേ. 5 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷോർട്ടർ സൈഡ് എത്ര? എക്സ്. 5 ഇൻറ്റു എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് കാണാം. അതിന് വേണ്ടിയിട്ട് 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 5നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ 25/5 ഈസ് ഈക്വൽ ടു എക്സ്. 25/5 എത്രയാണ്? 5 ആണല്ലേ. സോ 5 ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 5 അല്ലേ. അതായത് ഈ ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാരലലോഗ്രാം വരയ്ക്കാം. ഓക്കെ, ആദ്യം നമുക്ക് AB എന്ന സൈഡ് വരയ്ക്കാം. AB എന്ന സൈഡ് 5 സെൻറ്റിമീറ്റർ ലെങ്ത് ആണുള്ളത്. സോ നമുക്ക് ഒരു റൂളർ എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി എക്സ് വരയ്ക്കാം. എക്സ് എന്താണ്? ABയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ എടുക്കും? ഒന്നെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ടോ പ്രൊട്രാക്ടർ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം മേലോട്ട്. AB എന്ന ലൈനിൽ നിന്ന് മേലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിൽ എത്ര ഡിസ്റ്റൻസാണ് വേണ്ടത്? എക്സ് 5 അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ പോയിന്റിലൂടെ ABക്ക് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു സെറ്റ് സ്ക്വയർ റൂളർ എടുക്കാം. ഓക്കെ, ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ABയിൽ വെക്കുക, മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ റൂളറും വെക്കുക. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് ആ പോയിന്റിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇത് ABക്ക് പാരലലായിരിക്കും. ഓക്കെ, ഇനി AD എന്ന സൈഡ് വരയ്ക്കണം. AD എന്ന സൈഡ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ. സോ നമുക്കൊരു കോമ്പസും റൂളറും എടുത്തിട്ട് കോമ്പസ് ലെങ്ത് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിനെ നീഡിൽ Aയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്ക് നമ്മുടെ പാരലൽ ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് D. ഓക്കെ, അപ്പോൾ AD ജോയിൻ ചെയ്യുക. അപ്പോൾ AD എത്രയായി? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി Dയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് C വരേണ്ടത് അല്ലേ. അപ്പോൾ റൂളർ എടുത്തിട്ട് Dയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. അതാണ് C. ഓക്കെ, സിയിൽ നിന്നും Bയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ പാരലലോഗ്രാം ABCD കംപ്ലീറ്റ് ആയി. ഡ്രോ എ പാരലലോഗ്രാം വിത്ത് ഏരിയ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് പെരിമീറ്റർ 24 സെൻറ്റിമീറ്റർ. അതായത് ഏരിയ 25 സ്ക്വയർ സെൻറ്റിമീറ്ററും പെരിമീറ്റർ 24 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള പാരലലോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാരലലോഗ്രാം. ഓക്കെ, അതിൻ്റെ ABCD എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് ഒന്നും തന്നിട്ടില്ല. ഏരിയയും പെരിമീറ്ററും മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ ഏരിയ എന്താ? 25 ആണല്ലേ. ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താ? ഏരിയ ഓഫ് പാരലലോഗ്രാം കാണാൻ ലൊക്കേഷൻ ഏതെങ്കിലും ഒരു സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ്. ഈ സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ AB എന്ന സൈഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് CD അല്ലേ. CDയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് X ആയിട്ട് എടുക്കാം. ഓക്കെ, ആ ഡിസ്റ്റൻസ്. അപ്പോൾ സൈഡ് എത്രയാണെന്ന് അറിയില്ല, പക്ഷേ ഏരിയ 25 ആണല്ലേ. അപ്പോൾ 25 ആയതുകൊണ്ട്
എന്താണ് 25 5ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. 5 ഇൻറ്റു സംതിങ് ആണ് 25 എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് നമുക്ക് 5 ആയിട്ട് എടുക്കാമല്ലോ. കാരണം 5 ഇൻറ്റു എ നമ്പർ ആണ് 25. നമുക്ക് 5 എടുക്കാം. ഇൻറ്റു 5 ഇൻറ്റു എത്രയാണ് 25? 5 ഇൻറ്റു 5 ആണല്ലേ. ഓക്കെ, അപ്പോൾ സൈഡ് എന്താണ് 5ഉം ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ് അതും 5 അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാരലലോഗ്രാം വരയ്ക്കാം. അതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കണം? 24 കൂടി ആയിരിക്കണം അല്ലേ. അപ്പോൾ സൈഡ് നമ്മൾ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസും എന്താ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസും 5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. കാരണം ഏരിയ 25 ആണല്ലോ. ഇനി പെരിമീറ്റർ വന്നിട്ടുണ്ട്. പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താണ്? എല്ലാ സൈഡ്സിൻ്റെയും സമ്മാണ് അല്ലേ. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് സി ഡി ആണ്. സി ഡിയും സെയിം എ ബിയുടെ സെയിം ലെങ്ത് തന്നെയാണ്. എ ബി 5 ആയതുകൊണ്ട് സി ഡിയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാ സൈഡ്സിൻ്റെയും സമ്മാണ് പെരിമീറ്റർ. അപ്പോൾ രണ്ട് സൈഡ്സ് എന്താ 5 5. അപ്പോൾ 5 + 5. പിന്നെ എ ഡിയും ബി സി അറിയില്ല, അത് നമുക്ക് വൈ ആയിട്ട് എടുക്കാം. എ ഡി എത്രയാണ് അത് തന്നെയല്ലേ ബി സി. അപ്പോൾ ബി സിയും വൈ. അപ്പോൾ 5 + 5 + y + y ഇതാണ് പെരിമീറ്റർ. അതെത്രയാണ്? 24 ആണെന്ന് തന്നിട്ടുണ്ട്. 5 + 5 10 ആണ്. പ്ലസ് y + y 2y. അപ്പോൾ 10 + 2y = 24. ഇതിൽ നിന്ന് 2yയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 10നെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ +10നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -10 ആകും. സോ 2y = 24 - 10. Okay, that is 2y = 24 - 10 14 ആണല്ലേ. അപ്പോൾ ഇതിൽ നിന്നും വൈയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കില്ല. അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ y = 14/2. 14/2 എത്ര? 7 ആണല്ലേ. അപ്പോൾ y എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. അതായത് പാരലലോഗ്രാമിൻ്റെ മറ്റേ സൈഡ് 7 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാരലലോഗ്രാം നമുക്ക് വരയ്ക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എ ബി എന്ന സൈഡ് വരയ്ക്കാം. എ ബി എന്ന സൈഡ് 5 സെൻറ്റിമീറ്റർ ആണല്ലേ. സോ റൂളർ എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് എ ബി എന്ന് നെയിം ചെയ്യും. ഇനി എക്സ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ എ ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ലൈൻ എങ്ങനെ വരയ്ക്കാം? നമുക്കൊരു സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊട്രാക്ടറൊക്കെ യൂസ് ചെയ്യാം. സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചാൽ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയി. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ. സോ റൂളർ എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. ഓക്കെ, ഇനി ഈ പോയിന്റിലൂടെ എ ബിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് സ്ക്വയർ എടുക്കാം. എന്നിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് എ ബിയിലും മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ റൂളറും വെക്കാം. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് ആ പോയിന്റിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അതിലൂടെ ഒരു ലൈൻ വരച്ചാൽ എ ബിക്ക് പാരലായി. ഓക്കെ, ഇനി എ ഡി എന്ന സൈഡ് വരയ്ക്കാം. എ ഡി എന്ന സൈഡ് 7 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഒരു കോമ്പസും റൂളറും എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിന് മിഡിൽ എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കും. ഈ ആർക്ക് നമ്മുടെ പാരലൽ ലൈന് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഡി. അപ്പോൾ ഡിയിൽ നിന്നും എയിലേക്ക് ജോയിൻ ചെയ്താൽ എ ഡി എന്ന സൈഡായി. അത് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം നമ്മളടുത്ത കോമ്പസ് ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇനി ഡി സി എന്ന സൈഡ് വരയ്ക്കാം. ഡി സി എന്ന സൈഡ് ഡിയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ റൂളർ എടുത്തിട്ട് ഡിയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. അതാണ് സി. ഇനി സിയിൽ നിന്നും ബിയിലേക്ക് കൂടി ജോയിൻ ചെയ്താൽ നമ്മുടെ പാരലലോഗ്രാം ABCD കംപ്ലീറ്റ് ആയി. The picture shows the parallelogram formed by intersection of two pairs of parallel lines. What is the area of parallelogram and the perimeter? അതായത് താഴെ ഫിഗറിൽ രണ്ട് സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള പാരലലോഗ്രാം തന്നിട്ടുണ്ട്. ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് തന്നിട്ടുണ്ട്. എന്താ 3 സെൻറ്റിമീറ്റർ ആണെന്ന് അല്ലേ. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താ? സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ. അപ്പോൾ 4ഉം ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ് 3 ആണ്. അപ്പോൾ 4 × 3 ആണ് ഏരിയ അല്ലേ. ദാറ്റ് ഈസ് സൈഡ് 4 അല്ലേ, ഇൻറ്റു ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ് 3. ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ആയി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ കാണണം അല്ലേ. പെരിമീറ്റർ ആണെങ്കിൽ മറ്റേ സൈഡ് കൂടി കാണണം.
അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ, നമുക്കറിയാലോ ഏരിയ ഇസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ്. സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ സൈഡ് നമ്മൾ അടുത്ത സൈഡാണ് എടുക്കുന്നത് കേട്ടോ. അടുത്ത സൈഡ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഏരിയ എത്ര 12 ആണ്, ഏരിയക്ക് ചേഞ്ച് ഒന്നുമില്ല. സൈഡ് നമ്മൾ അടുത്ത സൈഡാണ് എടുക്കുന്നത്. സൈഡ് ഈ 4 സെൻറ്റിമീറ്റർ സൈഡല്ല, ഈ സൈഡ്. ഓക്കെ, ഈ സൈഡ് എത്രയാണ് ഇൻറ്റു ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട് അല്ലേ, ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇവിടെ 2 സെൻറ്റിമീറ്റർ തന്നില്ല, അത് തന്നെയാണ് ഈ ഡിസ്റ്റൻസ്. മറ്റേ സൈഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, അത് 2 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും മറ്റേ സൈഡ് കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 2വിനെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2വിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ 12/2 ഈസ് ഈക്വൽ ടു സൈഡ്. 12/2 6 അല്ലേ. സോ സൈഡ് ഈസ് ഈക്വൽ ടു 12/2 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം മറ്റേ സൈഡ് എത്രയാണ്, 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാമല്ലോ. പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താണ്, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സിൻ്റെയും സമ്മ് അല്ലേ. അപ്പോൾ 2 4 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, 2 6 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 4 + 4 + 6 + 6 4 സൈഡിൻ്റെയും സമ്മ്. 4 + 6 10 ആണ്, അടുത്ത 4 + 6 10, 10 + 10 20. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ. ഓക്കെ, two sides of a parallelogram are 12 cm and 10 cm and the distance between shorter sides is 6 cm. What is the area of parallelogram? What is the distance between longer side? അതായത് ഒരു പാരലോഗ്രാമിൻ്റെ 2 സൈഡ്സ് 10 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും ആണ്. ഷോർട്ടർ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, കൂടാതെ ലോങ്ങർ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ, സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൈഡ് അല്ലേ. അപ്പോൾ ഇതിൽ ഷോർട്ടർ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ടർ സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷോർട്ടർ സൈഡ് എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഷോർട്ടർ സൈഡ് ഏതാ, 12ലും 10ലും ഷോർട്ട് ഉള്ളത് 10 അല്ലേ. അപ്പോൾ 10 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷോർട്ടർ സൈഡ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. 10 ഇൻറ്റു 6 അത് എത്രയാണ്, 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ്. ലോങ്ങർ സൈഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏരിയക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട് അല്ലേ, എന്ത്, ലോങ്ങർ സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ്. ഈ ഇക്വേഷൻ വെച്ച് ചെയ്താലും നമുക്ക് ഏരിയ കിട്ടും, പക്ഷേ ഏരിയ നമുക്ക് ഓൾറെഡി കിട്ടി, എത്ര, 60 ആണ് അല്ലേ. സോ 60 ഈസ് ഈക്വൽ ടു ലോങ്ങർ സൈഡ് എത്രയാണ്, 12 10, അതിൽ ലോങ് 12 ആണ് അല്ലേ. സോ 12 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ്സ്. അപ്പോൾ ഇതിൽ നിന്നും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ് കാണാം. അതിന് വേണ്ടിയിട്ട് 12നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കും അല്ലേ. അപ്പോൾ ഇൻറ്റു 12നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ് കിട്ടും അല്ലേ. അപ്പോൾ ഇൻറ്റു 12നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 12 ആകും അല്ലേ. സോ 60/12 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 60/12 ആണ്. ദാറ്റ് ഈസ് 60യെ നമുക്ക് 6 ഇൻറ്റു 10 എന്ന് എഴുതാം, ബൈ 12നെ നമുക്ക് 6 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ. കാരണം 6 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 60 ആണ്, 6 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 12 ആണ്. ന്യൂമറേറ്ററുള്ള 6ഉം ഡിനോമിനേറ്ററുള്ള 6ഉം ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ള 10/2 അത് എത്രയാണ്, 5 ആണ്. ഓക്കെ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് എന്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ്സ്. ഓക്കെ.